മാതാമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃതശ്രീ അംഗങ്ങൾക്ക് നൽകി വരാറുള്ള പ്രവർത്തന നിധിയും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. വൈക്കത്ത് നടന്ന ചടങ്ങ് വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 600-ലധികം അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അമൃതശ്രീ സ്വാശ്രയ സംഘത്തിന്റെ നേരേക്കടവ്, മുറിഞ്ഞുപുഴ, തറവട്ടം എന്നീ 3 ക്ലസ്റ്ററുകളിലെ അംഗങ്ങൾക്കാണ് വൈക്കത്ത് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്. വൈക്കം മാതാമൃതാനന്ദമയി മഠത്തിലെ അംഗങ്ങൾ വസ്ത്രവിതരണത്തിനായി എത്തി. അമൃതശ്രീയുടെ പ്രവർത്തനത്തിലൂടെ നിരവധി സ്ത്രീകൾക്ക് സമൂഹത്തിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെന്ന് ബ്രഹ്മചാരിണി നൈവേദ്യാമൃത ചൈതന്യ പറഞ്ഞു. സ്ത്രീകളിലൂടെ ആണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ മേഖലയിലും അവർ മുന്നോട്ട് വരണം. അപ്പോൾ സാമ്പത്തികമായി അവർക്കൊരു സഹായം അമ്മയിൽ നിന്ന് കിട്ടി. എനിക്ക് അടുത്ത് പരിചയമുള്ള എത്രയോ സ്ത്രീകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു സ്വാശ്രയ സംഘത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യം വന്ന് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാതാമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ പലർക്കും മുന്നേറാനുള്ള കരുത്താണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അഭിപ്രായപ്പെട്ടു. എല്ലാ അമ്മമാർക്കും അല്ലേ പെൺമക്കളോട് ഒരു കരുതൽ കൂടുതലായിരിക്കും. ആൺമക്കളോടാണ് സ്നേഹം എന്ന് പറയുമ്പോഴും കരുതൽ എപ്പോഴും നമുക്ക് പെൺമക്കളോടല്ലേ. പെൺമക്കളുടെ ജീവിതത്തിൽ ഒന്ന് അടുക്കും ചിട്ടയാക്കാൻ അമ്മമാരെപ്പോഴും മുന്നോട്ട്. തീർച്ചയായും നമ്മുടെ ലോകമാതാവായ അമൃതാനന്ദമയും അവരുടെ അമ്മയുടെ പെൺമക്കളോടുള്ള സ്നേഹമാണ് അമൃതശ്രീ എന്ന ഈ സ്വയം സഹായ സംഘത്തിന്റെ കാരണമായി തീർന്നത്. അമൃതശ്രീ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സന്തോഷമുണ്ടെന്നും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കാറുണ്ടെന്നും സംഘാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. നല്ല പരിപാടി. അമ്മേനെ ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, വാക്കുകളില്ല അമ്മേനെ കുറിച്ച് പറയാനായിട്ട്. ഞങ്ങളുടെ സംഘവും അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും വന്നിട്ടുണ്ട്. പരിപാടിയെല്ലാം സൂപ്പറാണ്. അത് കുഴപ്പമില്ല. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എല്ലാ കാര്യവും നടത്തിപ്പോണ്. എല്ലാ മാസവും 15-ാം തീയതിയാണ് നമ്മൾ ക്ലസ്റ്റർ കൂടുന്നത്, ജഗദമ്പിയുടെ ക്ലസ്റ്റർ കൂടുന്നത്. എല്ലാം നല്ല ഭംഗിയിൽ അർച്ചനയോടും അമ്മയുടെ സന്ദേശങ്ങളൊക്കെ വായിച്ചുകൊണ്ടും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മാതാമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ ഏകദേശം 15,000-ഓളം സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട്. 2004-ലെ സുനാമി ദുരന്തത്തിന് പിന്നാലെയാണ് സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.